സ്വന്തം തന്തയുടെ പേരും അഡ്രസ്സും മാത്രം മതി. ഇതേണ്ടേ, ഇതിന്റെ മോളിൽ തന്നെ എഴുതിക്കോ. ബാക്കിയൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. എഴുത്. എന്തിനാ മടിക്കുന്നേ? എഴുതിക്കോ. കളിക്കുന്നോടി നീ, അതും ജെയ്സിയുടെ അടുത്ത്. ജേട്ടനൊന്ന് മാറിയിക്ക്. കൊച്ചു പെമ്പിളരുടെ അടുത്താണോ പരാക്രമം? വെറുതെ എന്തിനാ മോളെ ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ജയേട്ടന്റെ കൈ കൊണ്ട് ശരിക്കൊന്ന് അടിച്ച മോള് ചത്തുപോവും. ആനയുടെ തുമ്പിക്കൈക്ക് അടിക്കുന്നത് പോലെ ഇരിക്കും. ഇപ്പോ ചേട്ടനൊന്ന് തലോടിയതേ ഉള്ളൂ. പറ, ആരാ നിന്റെ ഒറിജിനൽ തന്ത? നരേന്ദ്രൻ തമ്പി. അവൾ എഴുതി കാണിച്ചില്ലേ? പോരെ, കൊന്നാലും നിങ്ങൾക്ക് ആ ഉത്തരമേ കിട്ടൂ. ആഹാ, അല്ലാതെ കിട്ടുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നീ എഴുതില്ലല്ലടി. എഴുതടി. എഴുതിയില്ലെങ്കിൽ വിടടാ അവളെ. എങ്ങോട്ടാടി സൂപ്പർ ഫാസ്റ്റ് പോലെ? നിന്റെ മറ്റേ കാലം കൂടി ഇവിടെ വെച്ച് എന്നെ തല്ലി ഓടിക്കണോ? ഞങ്ങൾ ആരെന്ന് വിചാരിച്ചു നീ? നിനക്ക് രണ്ടു കാലം ഉണ്ടായിരുന്നപ്പോ നിന്റെ തന്റെയുടെ എത്രയുണ്ടെന്ന് ഞങ്ങൾ കണ്ടതാ. പിന്നെയല്ലേ കാലൊരെണ്ണം ഒടിഞ്ഞിട്ടുള്ള ശൗര്യം. എന്റെ ഒരു ചവിട്ടിലുണ്ടോടി നീ? വിടാനോ പറഞ്ഞത്? വിടടാ അവളെ. കോഴിക്കുഞ്ഞിന്റെ കഴുത്തൊടിയുമ്പോൾ നിന്റെ കഴുത്തൊടിയും മോളെ. ഉള്ള സത്യം എഴുതിക്കോ. അവളെ വിട് ദേവരാജ, വിട്. ഞാൻ പറയാം നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. എന്ന് നീ പറയടി, ആരവളുടെ തന്ത? നരേന്ദ്രൻ തമ്പി. അല്ലെന്ന് നിനക്ക് തെളിയിക്കാമെങ്കിൽ നീ തെളിയിക്ക. തെളിയിക്കുവടി. നീ എണ്ണിക്കുറിച്ചിട്ടോ. ഇന്നു മുതൽ 7 ദിവസം തികയുന്നതിന് മുമ്പ് ദേവരാജൻ അത് തെളിയിച്ചിരിക്കും. ആ നിൽക്കുന്ന നായിന്റെ മോക്ക് നരേന്ദ്രൻ തമ്പിയുമായി യാതൊരു ബന്ധമില്ലെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. ജേട്ടാ വാപ്പാ, ഇനി ഇതിന്റെ മറ്റേറ്റം കണ്ടിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ.
താൻ മാത്രമേ ഉള്ളൂ ഇവിടെ. തന്റെ അനുജൻ എന്ത് ചെയ്യേ? ഇവിടെ ഉണ്ട് സർ. ആ, വിളിക്കേ. ഇങ്ങോട്ട് മാറിയിക്കടോ. മിസ്റ്റർ നരേന്ദ്രനമ്പിയുടെ ഭാര്യയും മകളെയും ദേഹോപദ്രവിപ്പിച്ചതായി ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അയ്യോ സാറേ, അതിന് മാത്രമുള്ള തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. നിങ്ങളാണോ തെറ്റിന്റെ വലിപ്പവും ചെറുപ്പമൊക്കെ തീരുമാനിക്കുന്നത്? സാറേ, ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കണം. നരേന്ദ്രൻ തമ്പിയുടെ മകളാണെന്നും പറഞ്ഞ് ഒരു ഊമ പെണ്ണ് ഈ വീട്ടിൽ കയറി താമസിക്കുന്നുണ്ട്. അവൾ അങ്കിളുടെ മകളല്ലെന്ന് ഞങ്ങൾക്ക് വിശ്വസനീയമായ തെളിവ് കിട്ടി. മുംബൈയിലെ ഏതോ തെരുവ് വേശിക്ക് പറ്റിയ കയ്യാപത്തോ ആ പെണ്ണ്. ആ നിലയ്ക്ക് ഗൂഢലക്ഷ്യത്തോടെ നടത്തുന്ന ആൾമാറാട്ടത്തിന്റെ പേരിൽ അവൾക്കെതിരെയല്ലേ സർ കേസെടുക്കേണ്ടത്? തനിക്ക് നിയമമൊക്കെ അറിയാവല്ലോടോ. ആ സ്ഥിതിക്ക് ഒരു സ്ത്രീയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ശാരീരികമായും മാനസികമായും ടോർച്ചർ ചെയ്യുകയും ചെയ്താൽ എന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഞങ്ങൾ ഉപദ്രവിച്ചൊന്നുമില്ല സാറേ. അങ്കിളുടെ ആരുമല്ലാത്ത നീ എന്തിനിവിടെ വന്ന് താമസിക്കുന്നു എന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അവളിവിടെ അതിക്രമിച്ച് കയറിയൊന്നുമല്ലല്ലോ. എടോ, തമ്പി തന്നെയല്ലേ ഇവിടെ കൂട്ടിക്കൊണ്ടൊന്ന് ഇവിടെ തന്നെ താമസിപ്പിച്ചത്. ആ പെൺകുട്ടിയെ കാണാതായപ്പോ തന്ന പരാതി ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. അതിൽ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയെന്നാണ് തമ്പി എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്നത്. ആ കേസ് അന്വേഷിച്ചവനായി ഞാൻ. അങ്കിള് നല്ല മനസ്സലിവുള്ള ആളായിരുന്നു സാറേ. ആരോരും ഇല്ലാത്ത ഒരു പൊട്ടി പെണ്ണല്ലേന്ന് കരുതി സഹായിക്കാന്ന് വെച്ചതായിരിക്കും. അങ്ങനെയുള്ളവരെ വീട്ടിൽ കൊണ്ടുവന്നേ സ്വന്തം മകളുടെ സ്ഥാനം കൊടുത്ത് കൂടെ താമസിപ്പിക്കുകയാണോ എല്ലാവരും ചെയ്യാറ്? സർ, അങ്കിളിന് എന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നിരിക്കും. അതെന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഓ, അത് ശരി. അനന്തരകുമാർക്കോടോ, ആ കുട്ടിയെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാനായിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും പ്ലാൻ? ഒന്നുമില്ല സാറേ. അങ്കിളുടെ ആരുമല്ലാത്ത ഒരു പെണ്ണ് ഇവിടെ താമസിക്കണ്ട, അത്രേ ഉള്ളൂ. ഇവിടെ ആർക്കും അവളെ വേണ്ട സാറേ. നരേന്ദ്രൻ ഉണ്ടായിരുന്നപ്പോ അവന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു. പക്ഷെ നരേന്ദ്രൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരുത്തിയെ ഇവിടെ താമസിപ്പിച്ച് തീറ്റിപ്പോറ്റേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാ സാറേ. ആ പെണ്ണ് അങ്കിളുടെ ആരുമല്ല, മകളാണെന്നൊക്കെ വെറുതെ പറയുന്നതാ. നിങ്ങൾ പറയുന്ന മാത്രം വിശ്വസിച്ചാ പോരല്ലോ. ഞാൻ തമ്പിയുടെ വൈഫോടൊന്ന് സംസാരിക്കട്ടെ. അവരെവിടെയാ? മുകളിലാ. വേണ്ട, താനിവിടെ നിന്നാ മതി. ഓ, കംപ്ലൈൻസ് എല്ലാം എഴുതിയിട്ടില്ലേ? ഉവ്വ്. ഈ കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. മുടിയിൽ പിടിച്ച് ചുഴറ്റി ഭിത്തിയിൽ കൊണ്ടുപോയി തലയിടിപ്പിച്ചു. ഇവൾക്ക് നന്നായി പരിക്ക് പറ്റിയിട്ടുണ്ട്. തടയാൻ ശ്രമിച്ച എന്നെ തള്ളി മാറ്റി പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. രണ്ടു മല്ലന്മാർ ചേർന്ന് നിങ്ങളെ ഒരു കാരണവുമില്ലാതെ ഉപദ്രവിച്ചു എന്നാണോ പറയുന്നത്? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രൊവോക്കേഷൻ ഉണ്ടായോ? ഒന്നുമില്ല സർ. നിന്റെ അച്ഛൻ നരേന്ദ്രൻ തമ്പിയാണോന്ന് ചോദിച്ച് ശീതളിനെ ചോദ്യം ചെയ്തു. അതെ എന്ന് ശീതൾ മറുപടി നൽകിയപ്പോ സത്യം പറയടേന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു. നരേന്ദ്രൻ തമ്പിയല്ലേ ഈ കുട്ടിയുടെ അച്ഛൻ? അല്ലാന്ന് ഇവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതാ അവരുടെ ആവശ്യം. അങ്ങനൊരു മറുപടി കിട്ടിയ അവർക്ക് ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം. സത്യം പറഞ്ഞ
യാതൊരു അവകാശവും ഇല്ലാതെ ഈ വീട്ടിൽ താമസിക്കുന്നത് അവരാ. എന്റെ ഭർത്താവ് ഒരിക്കൽ അവരെയല്ല ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. സഹോദരിയും മക്കളെയും തിരിച്ചു വിളിക്കാനും ഇവിടെ താമസിപ്പിക്കാനും ഞാനാ അദ്ദേഹത്തോട് പറഞ്ഞത്. അതൊക്കെ ശരിയായിരിക്കാം. ഈ കുട്ടി നരേന്ദ്രൻ തമ്പിയുടെ മകളല്ലെന്നും അതിന് അവരുടെ കയ്യിൽ തക്ക തെളിവുണ്ടെന്നുമാണ് അവരുടെ വാദം. ശീതളിനെ സ്വന്തം മകളെ പോലെ കരുതണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ തന്നെയാ കരുതിയിട്ടുള്ളതും. പിതൃത്വം സംബന്ധിച്ചൊരു കേസല്ല ഇത്. ആണെങ്കിൽ തന്നെ അത് തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ്. നിങ്ങളുടെ ഈ പരാതി പറഞ്ഞിരിക്കുന്ന ദേഹോപദ്രവത്തിനും ഭീഷണിക്കും ഞാൻ നടപടിയെടുക്കാം. അതുപോലെ മതി. താങ്ക് യു സർ. നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ചെന്ന് ജീപ്പിൽ കയറ്. സർ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയെ നിങ്ങൾ കയ്യേറ്റം ചെയ്തു. അപകടം പറ്റി വിശ്രമിക്കുകയായിരുന്ന അവരെ വീൽ ചെയർ സഹിതം നിങ്ങൾ പിടിച്ച് തള്ളി. മറ്റേക്കാരും കൂടി ചവിട്ടി ഓടിക്കുകയും നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല സാർ സംഭവിച്ചത്. വിശദീകരണമൊന്നും വേണ്ട. അതൊക്കെ കോടതി ചെന്നിട്ട് മതി. തമ്പിയുടെ ഭാര്യ നിങ്ങൾക്കെതിരെ പരാതി തന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടി ചെയ്ത് വന്ന് വണ്ടി കയറ്. സാർ സർ സർ ഈ പരാതി പറയുന്നൊന്നും സത്യമല്ല സർ. ഞങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് അമ്മുവിന്റെ വീൽ ചെയർ അല്പം ഒന്ന് തള്ളി മാറ്റി. ഈ ചക്രക്കസേര ഉരുട്ടിക്കൊണ്ട് നടക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ മറ്റേ കാലം കൂടി ഒടിയുമെന്നൊന്ന് പറഞ്ഞു. അത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ സാറേ. എടോ, അതിര് കിടന്ന തമാശയ്ക്ക് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത് വേറൊരു പേരാ, കുറ്റകൃത്യമെന്ന്. ഓരോ തമാശയ്ക്കും കൊടുക്കേണ്ട സമ്മാനങ്ങളുടെ ലിസ്റ്റും അതിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല സാറേ. ഞാനത് നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ആരുമല്ലാത്ത പെൺകുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നത് ന്യായമല്ലേ സാറേ? പക്ഷേ ഊമയായ ഒരു പെൺകുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചതേ അന്യായമാ. പെൺകുട്ടിയായതുകൊണ്ടും പ്രത്യേകിച്ച് വികലാംഗയായതുകൊണ്ടും അതിന്റെ വകുപ്പങ്ങ് വേറെയാ. അന്യൊരുത്തി ഈ വീട്ടിൽ കയറി വന്ന് താമസിക്കുന്നതിന് വകുപ്പും ചട്ടവും ഒന്നും ബാധകമല്ലേ സാറേ? നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ എന്തവകാശമാണ് ഉള്ളത്? ഇവിടുത്തെ റേഷൻ കാർഡ് നിങ്ങളുടെ പേരുണ്ടോ? ഈ വില്ലേജിലോ പഞ്ചായത്തിലോ നിങ്ങൾക്ക് വോട്ടേഴ്സ് ഐ ഡി ഉണ്ടോ? നിങ്ങളുടെ അഡ്രസ് ഈ വീടിന്റെ ആണോ? ഇതൊന്നും അല്ല. അപ്പൊ പിന്നെ ഈ വീട്ടിൽ അതിക്രമിച്ച് കയറിയതേ നിങ്ങളാണെന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ ആങ്ങളുടെ വീടാ സാറേ ഇത്. എന്റെ അനുജനായിരുന്നു നരേന്ദ്രൻ. രക്തബന്ധത്തെക്കാൾ വിലയുണ്ടോ എവിടെയോ കിടന്ന ഒരു തെണ്ടിപ്പെണ്ണിന്? ഈ വീട്ടിൽ താമസിക്കുന്നതേ നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയും മകളുമാണ്. ആ കുട്ടി തമ്പിയുടെ മകളല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തെളിയിക്കണ ചുമതലയും നിങ്ങളുടേതാണ്. അതൊക്കെ പിന്നീടുള്ള കാര്യം. ഇപ്പോഴത്തെ നിലയിൽ ഈ വീട് തമ്പിയുടെ ഭാര്യയ്ക്കും മകൾക്കും അവകാശപ്പെട്ടതാ. അവരുടെ അനുവാദമില്ലാതെ മറ്റാരും ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. അതെവിടുത്തെ ന്യായവാ സാറേ? നരേന്ദ്രൻ എന്റെ സ്വന്തം കൂടപ്പുറപ്പല്ലായിരുന്നോ? എനിക്കും എന്റെ മക്കൾക്കും ഇവിടെ ഒരു സ്ഥാനവും ഇല്ലേ? തമ്പിയുടെ ഭാര്യയും മകളും തരുന്ന സ്ഥാനം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഉള്ളൂ. അവർക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വീട് വിട്ട് പോയേ പറ്റൂ. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് പ്രമാണങ്ങൾ സഹിതം തെളിയിക്കേണ്ടി വരും. തൽക്കാലം നിങ്ങൾ എന്നോട് വാ. വാ. അമ്മേ, തുറക്കടോ. കയറ്. സാറേ, ഞങ്ങളുടെ സ്വന്തം അമ്മാവന്റെ വീടായത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ നോക്കി നടത്തിയിരുന്നത്. അങ്കിളിനെ കാണാനില്ലെന്ന് പരാതി വന്നത് ഞാനാ. ബോഡി തിരിച്ചറിയാൻ പെരിക്കല്ലൂർ പോയത് ഞാനാ. അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ മൃതദേഹം ഏറ്റുവാങ്ങിയത് ഞാനാ. സാറിന് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. എല്ലാറ്റിനും ഓടാൻ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ സാറേ. എടോ, അതൊക്കെ അനന്തരവന്മാരുടെ കടമയല്ലോടൂ. എല്ലായിടത്തും ബന്ധുക്കളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ വലിയ ത്യാഗമൊന്നും അല്ല. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്തതിനാണോ സാറേ ഞങ്ങൾ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതും സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ? എടോ, അമ്മാവന്റെ ഭാര്യയും മകളെ ഉപദ്രവിക്കുന്നതാണോടോ അനന്തരവന്മാരുടെ ഉത്തരവാദിത്തം?
തമ്പി മരിച്ചു കഴിഞ്ഞപ്പോ അവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും കടമപ്പെട്ടവരല്ലോടോ നിങ്ങൾ? അത് ചെയ്തോ നിങ്ങൾ? ഇല്ല. പകരം അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പോക്കൃത്തരമല്ലോടോ നിങ്ങൾ അവരോട് കാണിച്ചത്? തൽക്കാലം ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല. നാളെ കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ആവശ്യപ്പെടില്ല. നിങ്ങൾക്ക് ജാമ്യം എടുത്ത് പുറത്തു പോവാം. പക്ഷെ ഇനി അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കളി അങ്ങ് മാറും. സാർ അതും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സാർ ആ പെണ്ണുങ്ങൾ പറഞ്ഞ അന്യായങ്ങൾ മാത്രമേ കേട്ടുള്ളൂ. ഞങ്ങൾ പറയുന്ന ന്യായങ്ങളൊന്നും സാറിന്റെ മനസ്സിൽ കയറിയിട്ടുമില്ല. അല്ലെങ്കിലും പെണ്ണുങ്ങളോട് അലിവ് കാണിക്കാനാണല്ലോ എല്ലാവർക്കും താല്പര്യം. ഒരുമാതിരി മറ്റേ വർത്തമാനം പറഞ്ഞുണ്ടല്ലോ, ലോക്കപ്പിലോട്ട് ഞാനങ്ങ് പൂശും. ജീപ്പിലോട്ട് കേറാൻ. എടി, നീ എന്റെ മക്കളെ പോലീസുകാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അല്ലേടി? മനസാക്ഷി ഉണ്ടോടി നിനക്ക്? നിനക്ക് കാല് വയ്യാതെ കടന്നപ്പോ തിന്നാനും കുടിക്കാനും ഉണ്ടാക്കി തന്നതേ ഞങ്ങളാ. മറന്നോ നീ? അതിനിപ്പോ എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? ചേട്ടനെ ദേവനെ പോലീസുകാരെ പിടിച്ച് ജീപ്പിലിട്ടോണ്ട് പോയി. കാല് വയ്യാതെ കിടന്നപ്പോ നിങ്ങൾ എനിക്ക് തിന്നാനും കുടിക്കാനും തന്നതിനല്ല അത്. ഈ മുറിയിൽ കയറി വന്ന് എന്നോടും ആ പാവത്തിനോടും കാണിച്ച അതിക്രമത്തിന്. കൊള്ളാം അമ്മു. ഒരാപത്ത് നേരത്തെ സഹായിക്കാൻ ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളോട് ഇത് തന്നെ ചെയ്യണം. സഹായിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ പ്രതിഫലവും പറ്റിയിട്ടുണ്ട്. എന്ത് പ്രതിഫലമാണ് ഞങ്ങൾ കൈപ്പറ്റിയത്? കാശ് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? എന്നോടും എന്റെ ഭർത്താവിനോടും കാണിച്ച പല ദ്രോഹങ്ങളും ക്ഷമിച്ച് നിങ്ങളെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചില്ലേ? അതാണോടി വലിയ പ്രതിഫലം? നിനക്ക് വെച്ച് വിളമ്പിത്തരാൻ പിന്നെ വേറെ ആരുണ്ടായിരുന്നു ഞങ്ങളല്ലാതെ? നിങ്ങൾ വെച്ച് വിളമ്പിയെങ്കിൽ അത് നിങ്ങൾക്കും കൂടി കഴിക്കാൻ വേണ്ടിയാ. അല്ലാതെ ഞങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോകുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ. വെച്ച് വിളമ്പി തരാൻ നിങ്ങളെ ആരും വിളിച്ചു വരുത്തിയതുമില്ല, നിർബന്ധിച്ചതുമില്ല. അദ്ദേഹത്തിന്റെ സ്വത്തിനെ പറ്റി ഓർക്കുമ്പോ നിങ്ങൾക്ക് എവിടെ പോയി കിടന്നാലും ഉറക്കം വരില്ല. ഞങ്ങളെ എല്ലാം അപകടപ്പെടുത്തിയിട്ടാണെങ്കിലും ശരി, അതെങ്ങനെയും കൈക്കലാക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നിങ്ങൾക്ക്. അതിനുള്ള തക്കം നോക്കിയാ നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നേന്ന് ആർക്കാ അറിയാൻ വയ്യാത്തത്? എന്റെ ദൈവമേ, കേട്ടോ ഇവള് പറയുന്ന വർത്തമാനം? നീ ആള് കൊള്ളാവലോടി. ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമില്ലെന്ന് നോക്കിയേ. സ്വന്തം കൂടപ്പറപ്പിനെ കൊല്ലാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ മക്കളും ചേർന്ന് എത്ര തവണ ഗൂഢാലോചന നടത്തി? ഒന്നും എനിക്ക് അറിയില്ലെന്ന് വിചാരിക്കരുത്. എന്റെ ആങ്ങളെ കൊല്ലാൻ ഞാൻ കൂട്ടുനിന്നോ? ഇതുപോലത്തെ യേശുനി പറഞ്ഞുണ്ടാക്കിയാലേ ദൈവശാപം കിട്ടും നിനക്ക്. വെറുതെ അല്ല കാലൊടിഞ്ഞത്. ഇതല്ലേ മനസ്സിലിരിപ്പ്. കെട്ടിയോനെ തെക്കോട്ടെടുത്തതും ഈ ദുഷിച്ച മനസ്ഥിതി കൊണ്ട് തന്നെ. എന്റെ ഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല. മരിച്ചു കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് എവിടുന്ന് ഒരു ശരീരം കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് വന്നു. അതെന്റെ ഭർത്താവിന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ അത് ആഘോഷിച്ചു. ആഹാ, നീ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നേ? എങ്കിലേ നീ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോ. നിന്റെ കെട്ടിയോൻ ജീവനോട് ഇങ്ങ് വരും. ഒരു താലപ്പൊലിയും കൂടെ ഏർപ്പാടാക്കിക്കോ സ്വീകരിക്കാൻ. എന്റെ ഭർത്താവിന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അന്വേഷിക്കും, കണ്ടുപിടിക്കുകയും ചെയ്യും. കൽപ്പന അദ്ദേഹത്തെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ചും ശീതൽ ഇവിടെ ഉള്ളപ്പോ. പിന്നെ ആരാടി നരേന്ദ്രനെ കൊന്നത്? ഞങ്ങളോ? നിങ്ങൾ അതും ചെയ്യാൻ മടിക്കാത്തവരാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എങ്ങനെയെങ്കിലും ഞങ്ങളെ കൂടി ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങൾക്ക് ഈ വീടും സ്വത്തും സ്വന്തമാക്കണം. അതിനുവേണ്ടിയാണല്ലോ നിങ്ങളുടെ ആൺമക്കൾ ഇവിടെ അതിക്രമിച്ച് കയറി വന്ന് ഈ നിൽക്കുന്ന മിണ്ടാ പ്രാണിയോട് ഇത്രയും പരാക്രമങ്ങളൊക്കെ കാണിച്ചത്. നിങ്ങൾ അമ്മയുടെയും മക്കളുടെയും മരുമോളുടെയും തനി നിറം എന്താന്ന് ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി. കൂടപ്പിറപ്പാത്ര. നീ ഇങ്ങനെ ഓരോ കളത്തരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാ എന്റെ മക്കളെ പോലീസ് പിടിച്ചോണ്ട് പോയതെന്ന് എനിക്ക് മനസ്സിലായടി. ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മക്കൾ ഇവിടെ കയറി വന്ന് എന്തെല്ലാം ചെയ്തോ അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ തെരുവ് തെമ്മാടികൾ പോലും ചെയ്യാൻ അറക്കുന്നതാ അവരിവിടെ കാണിച്ചത്. പോലീസിനും അത് മനസ്സിലായി. പോലീസ് അവരെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. അവരിങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പൊ നിനക്ക് കിട്ടിക്കോളും ഇതിന്റെ ബാക്കി. നിനക്ക് മാത്രമല്ല, ദേ ഈ നിൽക്കുന്ന പൊട്ടിപ്പെണ്ണിനും. നരേന്ദ്രന്റെ മോളാണെന്നും പറഞ്ഞില്ലേ ഇവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? അല്ല
അല്ലെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാടി.